Hi friends, Assalamu alaikum. Welcome back Shanshabi recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചട്നി റെസിപ്പി ആയിട്ടാണ്. ഒനിയൻ ചട്നിയാണ്. ഇഡ്ഡലിക്കും ദോശക്കൊക്കെ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഒനിയൻ ചട്നിയാണിത്. എല്ലാവർക്കും ഇഷ്ടമാകും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി എല്ലാവർക്കും ഉണ്ടാക്കാൻ വയ്ക്കും. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇഡ്ഡലിക്കുള്ള വെള്ളം അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്ന തട്ടിലേക്ക് ഒന്ന് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് വെക്കാം. വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടതൊരു കുഞ്ഞു ബെൽ ഉണ്ട്. അതൊന്ന് ഇനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമാകും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. കാരണം എപ്പോഴും ചട്നിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ എല്ലാവരും മടുപ്പൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചട്നി ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. പിന്നെ ഇഡ്ഡലി മാവ് ഇന്നലെ തന്നെ ആട്ടി വെച്ചിരുന്നു. പിന്നെ എല്ലാവർക്കും ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയും. അതുകൊണ്ട് ഞാൻ മെയിനായിട്ടൊന്നും അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നില്ല. ഇനി ഇഡ്ഡലി തട്ടിൽ ബ്രഷ് ചെയ്ത സ്ഥലത്ത് തന്നെ നമുക്ക് കുറച്ച് മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമാകും. പിന്നെ ചെറിയൊരു മധുരം കൂട്ടുള്ള ചട്നിയാണിത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ആദ്യം നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് ചട്നിയിലേക്ക് പോവാം. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന സംഭവമാണ് ഇഡ്ഡലി, ദോശ ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ വെള്ളം നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്, തിളക്കം തുടങ്ങാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അടച്ചു വെച്ച് കുറച്ച് ടൈം വേവിച്ചെടുക്കാം. കുറച്ച് കൂടുതൽ ടൈം എടുക്കും, എന്നാലും സാരമില്ല. അപ്പോൾ തട്ടൊക്കെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ടോ ഒരു ഇഡ്ഡലി കൊണ്ടൊക്കെ കുത്തി നോക്കിക്കാം അതിൻ്റെ ഉള്ളിലൊക്കെ വെന്തിക്കണോ എന്ന്. ഞാൻ ടൂത്ത് പിക്കാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇഡ്ഡലി നമുക്ക് സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള മാവും കൂടി വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇഡ്ഡലി ഇവിടെ ആവട്ടെ. ഇനി നമുക്ക് ചട്നിയുടെ റെസിപ്പിയിലേക്ക് പോകാം. കണ്ടോ, ഇഡ്ഡലിയൊക്കെ സൂപ്പറായിട്ട് എവിടെയും പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഇനി നമുക്ക് നേരെ ചട്നിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ആയിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് കിട്ടാൻ ഇത്. അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താൽ മതി. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാളയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ ചെറിയ സവാളയാണ്, 2 സവാള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി. പിന്നെ അതിലേക്ക് 5 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം, നല്ലൊരു കളറും കിട്ടും. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ്. ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വല്ലാതെ ഉള്ളിയൊന്നും കുഴഞ്ഞു പോകണ്ട, വാടിയൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഈ ചട്നി എന്ന് പറഞ്ഞാൽ കുറച്ച് എരിവും കുറച്ച് പുളിയും കുറച്ച് മധുരമുള്ളൊരു ചട്നിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചട്നിയാണ്.
ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ശർക്കരയാണ്. ചെറിയൊരു ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ടൈമിൽ തന്നെ നമുക്ക് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. കാരണം ഇപ്പം എൻ്റെ കയ്യിൽ ഇഞ്ചി അവൈലബിൾ അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഭയങ്കര ടേസ്റ്റ് ആവും. ഇപ്പോൾ നന്നായിട്ടൊന്ന് വടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നോർമൽ വെള്ളമാണ്. ഇതൊന്ന് ചൂടായി വരുന്ന വരെ, ഈ വെള്ളം ഒന്ന് ചൂടായി വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ട് ഒന്ന് ചൂടായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞിട്ട് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇടാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നത്. ഓവർ ചൂടിട്ടാൽ ശരിയാവത്തില്ല. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം. ഇതാ കണ്ടോ, കളറ് കാണണ്ടാവില്ല. എന്താ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാശ്മീരി ആണെങ്കിൽ നല്ലൊരു ചുവപ്പ് കളറ് കിട്ടും. നമ്മൾ സാധാരണ മുളകല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് ചുവപ്പ് കിട്ടിയിട്ടുള്ളൂ. പിന്നീട് ആ കടായി എണ്ണ കഴുകിയതിന് ശേഷം അതിൽ തന്നെയാണ് ഞാൻ വറവിടുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും പൊടിച്ചെടുത്ത് തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ അരച്ച് വെച്ച ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തില്ല കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. എത്രയാണോ ആവശ്യം അത്രയും ഉപ്പ് നമുക്ക് ചേർത്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ചൂടായി കിട്ടുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് കളറ് പോരാ എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഈ കളറിലാണ് എടുക്കുന്നത്. ഇപ്പം നമ്മുടെ ചട്നിയും ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. താങ്ക് യു.